പെൺകുട്ടികൾ നമ്മളറിയാം, പ്രത്യേകിച്ചും സെലിബ്രിറ്റീസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പറയും അയ്യോ ദാമ്പത്യ ജീവിതം വളരെ കുറവാണെന്ന്. പക്ഷെ ഞാൻ അതിനോട് എതിരാണ്. കാര്യം സെലിബ്രിറ്റീസിൻ്റെ കാര്യം എല്ലാവർക്കും അറിയുന്നതുകൊണ്ടാണ് എല്ലാവരും അങ്ങനെ പറയുന്നത്. സെലിബ്രിറ്റീസിൻ്റെ അതേപോലെ ഇപ്പുറത്തുള്ള രാമകൃഷ്ണനും ലളിത ചേച്ചിക്കും പിന്നെ എന്താ പറയുക ശിവരാമനും ജേക്കബിനും ഒക്കെ ഉണ്ട് ഈ പ്രശ്നം. പക്ഷെ ഇവരാരും അറിയാത്തത് കൊണ്ട്, കാര്യം ആൾക്കാർ വളർന്നു, അവനവൻ്റേതായ അഭിപ്രായമുണ്ട്. നമ്മൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ ജീവൻ അങ്ങനെ ഹോമിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എന്നാലും നമ്മൾ ഈ സെലിബ്രിറ്റീസിനെ വെച്ച് നോക്കുമ്പോൾ യു പീപ്പിൾ ആർ പബ്ലിക് പേഴ്സണാലിറ്റീസ്. അപ്പം ഇവരിങ്ങനെ ചെയ്തു, അവർക്ക് അവരുടേതായ റീസൺ ഉണ്ട്. ഇത് നമുക്കൊരു ഫ്രണ്ട്ലി മെസ്സേജാണ്. അപ്പം ഇത് സമൂഹത്തിനോട് എങ്ങനെ ഉത്തരം പറയണം? ഇപ്പോൾ ശാന്തി കൃഷ്ണയ്ക്ക് പറയാം ഞാൻ ഇല്ല, ദിസ് ഈസ് മൈ വേ, ദിസ് ഈസ് മൈ ഡിസിഷൻ, ഐ ഹാവ് ടേക്കൺ, യെസ് ഐ എം വെരി ഹാപ്പി. പക്ഷേ ഇത് പറയാൻ ഒരു ജീവിതത്തിൽ മറ്റനുഭവമില്ലാത്തൊരു സ്ത്രീക്ക് ഒരുപാട് സമയം എടുക്കേണ്ടി വരും. അത്തരത്തിൽ തീരുമാനം എടുക്കാനുള്ള ചേച്ചിയുടെ ഒരു ഫ്രണ്ട്ലി മെസ്സേജ് എന്താണ്? അയ്യോ അങ്ങനെയൊക്കെ എന്നെ കൊണ്ട് ഐ തിങ്ക് ഒരു സെലിബ്രിറ്റി അല്ലാത്ത പറഞ്ഞ പോലെ ഈ ഫീലിങ്സ് എല്ലാവർക്കും ഒന്ന് തന്നെയാണ്, വെദർ യു ആർ എ സെലിബ്രിറ്റി ഓർ നോട്ട്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഒരു സാധാരണ ഒരു നോർമൽ അങ്ങനത്തെ ഒരു ഹൗസ് ഹോൾഡിലുള്ള ഒരു പെൺകുട്ടിക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ബോൾഡായിട്ടൊരു ഡിസിഷൻ, ഞാൻ പോലും എൻ്റെ ഒരു കാര്യത്തിലായാൽ പോലും ഒരു ബോൾഡ് ഡിസിഷൻ ഞാനായിട്ട് എടുത്തതോ അല്ല. ഇറ്റ്സ് ഓൾവേസ് ഫാമിലീസ് എല്ലാവരും കൂടി ഇൻവോൾവ് ആയി ഒരു സപ്പോർട്ട് സിസ്റ്റം ഇപ്പുറത്തൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് അങ്ങനെയൊക്കെ ഒരു ഡിസിഷൻ. എന്നാലും പണ്ട് ഞാൻ ആർട്ടിക്കിളിൽ നിന്ന് വായിച്ചിട്ടുണ്ട്, ചേച്ചി ഇല്ല ഞാൻ എൻ്റെ കാര്യങ്ങളൊന്നും ഒരുപാട് വീട്ടുകാരെ പോലും അറിയിച്ചിട്ടില്ല, കാര്യം ഞാൻ എടുത്ത തീരുമാനമാണ്. അത് സത്യമാണ്. കാരണം വെച്ചാൽ ലവ് മാരേജിൽ നിന്നും കാര്യം വരുമ്പോൾ നമുക്ക് സപ്പോർട്ട് സിസ്റ്റം കുറവാണ്. നമ്മൾ തന്നെയാണ് ഉത്തരവാദികൾ. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ചാടുന്നത്. അപ്പോൾ നമ്മൾ ആരെയും കുറ്റം പറയാൻ പറ്റൂല. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആരോടും പറയാതെ തന്നെ ഞാൻ തന്നെ ഐ ഡിഡ് ഇറ്റ്, സോ ശാന്തി യു ഹാവ് ടു ഗോ ത്രൂ ഇറ്റ്. ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ്. യാ. സോ അതുകൊണ്ട് നമ്മൾ ആരെയും അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല. ബട്ട് അറേഞ്ച് മാരേജ് ആണെങ്കിൽ രണ്ട് ഫാമിലീസ് കുറച്ച് ഇവരെയും കൂടെ എടുക്കാം, നമ്മുടെ കൂടെ നിർത്താം. ഇത് പറ്റില്ല, ഇത് നമ്മളാണ്, നമ്മൾ അവരെ കൺവിൻസ് ചെയ്ത്. അല്ലെങ്കിൽ ലവ് കം അറേഞ്ച്ഡ് ആയിരിക്കണം, പിന്നെ കുഴപ്പമില്ല. സോ യാ, ഡിസിഷൻ മേക്കിംഗ് അങ്ങനെ നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരു മെസ്സേജോ അങ്ങനെ പറയുന്ന ഒരു കാര്യം ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് എനിബഡി ക്യാൻ ബി ടോൾഡ് ഇങ്ങനെയൊക്കെ ഒരു കാര്യം വരുമ്പോൾ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കൂ എന്ന് നമുക്ക് ഉപദേശിക്കാനും പറ്റില്ല. അങ്ങനെ ഒരു കാര്യം പറയാം. എവറിബഡി ഹാസ് എ ഡിഫറെൻറ്റ് വേ ഓഫ് ഹാൻഡ്ലിങ് സിറ്റുവേഷൻസ്. അപ്പം എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എന്തൊരു കാര്യമുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു നന്മ അതിൽ നിന്നും ഉണ്ടാവും എന്നൊരു ഹോപ്പ് വെച്ചോളൂ. നമുക്കിപ്പോൾ ഒരു ബാഡ് സിറ്റുവേഷനിൽ ചിലപ്പോൾ പെട്ടെന്ന് ആൾക്കാർക്ക് തോന്നാം ഇതിന് നീ എന്തോന്നാ നല്ലത് ഉണ്ടാവാൻ പോകുന്നതെന്ന്. പക്ഷെ അല്ല, ദാറ്റ് ഇസ് ഹൗ എന്താ പറയുക നേച്ചറിൻ്റെ ഒരു സംഭവം. അത് ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. അങ്ങനെയാണ് നേച്ചർ. അതായത് നമ്മൾ ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ആണ്. ഒരാൾക്ക് എപ്പോഴും അപ്സ്, ഒരാൾക്ക് എപ്പോഴും ഡൗൺസ് എന്ന് പറയാൻ പറ്റില്ല. ലൈഫ് ഇറ്റ്സ് നെവർ ലൈക്ക് ദാറ്റ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് തന്നെ കറക്റ്റ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് പുറത്തോട്ട് വരണമെങ്കിൽ യു ഹാവ് ടു പുട്ട് എഫേർട്ട്. അല്ലെങ്കിൽ നമുക്ക് ശരി ഇന്നിപ്പോൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നാളത്തേക്ക് നമ്മൾ ശരിയാവും എന്നും പറയാൻ പറ്റില്ല. നമ്മളും കൂടി എഫേർട്ട് ഇടണം. എന്നാൽ നമ്മളെ കൂടി എല്ലാ രീതിയിലും നമുക്കൊരു സഹായം നേച്ചറായിട്ട് കൊണ്ടുതരും. സോ നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അതായത് ഞാൻ പറഞ്ഞതുപോലെ ബാഡ് സിറ്റുവേഷനിൽ നിന്ന് പിന്നെയും അതും ഓവർകം ചെയ്ത് ഒരു ഗുഡ് സിറ്റുവേഷൻ വരും. അല്ലെങ്കിൽ there is something but it takes time. ഹോപ്പ്ഫുൾ ആയിരിക്കണം. പക്ഷെ അങ്ങനെ ഹോപ്പ് വിടരുത്. ഐ നെവർ എൻകറേജ് ഇപ്പോൾ സൂയിസൈഡൽസ് അങ്ങനത്തെ ടെൻഡൻസി ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ ഒരിക്കലും അതിനെ ചിന്തിക്കുന്ന അങ്ങനെ ഒരു എന്താ പറയുക ഒരിക്കലും എൻകറേജ് ചെയ്യുന്നതോ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ പോലും അല്ല അത്. അങ്ങനത്തെ എത്രയോ സിറ്റുവേഷൻസ് വരാം, പക്ഷേ സ്പെർ ഓഫ് ദ മൊമെൻറ്റ് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ അതിനെ ഓവർകം ചെയ്യാൻ പറ്റുമെങ്കിൽ യു ക്യാൻ ഓവർകം എനിത്തിങ്. ലൈഫ് ആഫ്റ്റർ ഓൾ ഇസ് വാട്ട്, ലൈഫ് ഇസ് ഷോർട്ട്. എല്ലാവരും വന്നവരെ ഒരാൾ ദൂരത്തും പോകണം. അപ്പം നമ്മൾ ആ ഉള്ള സമയത്ത് ബി ഹാപ്പി ആൻഡ് കീപ് എവരിബഡി ഹാപ്പി. and നമ്മൾ അങ്ങനെ ചിന്തിക്കുക.